ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന ഗവിന തിരുമേനി, ശ്രേഷ്ഠ വൈദികർ, സദസ്സിലുള്ള വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, ദീർഘമായി സംസാരിക്കാൻ സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ യുഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് 10 വിരലുകളൊക്കെ ഉണ്ട്. ഈ വിരലുകൊണ്ട് ഇവരും അറിയത്തക്കവണ്ണം സാങ്കേതിക വിദ്യയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളെ പത്രങ്ങളിൽ വന്നായിരുന്നു ഡിജിറ്റൽ ലോക്കർ സൗകര്യം ഉണ്ടെന്നുള്ളത്. നമ്മൾ ബാങ്കിൽ ലോക്കർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് അവിടെ ഏൽപ്പിച്ചാൽ 10 GB വരെ സൂക്ഷിക്കത്തക്കവണ്ണമുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു കാണും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഡിജിറ്റൽ സംസ്ഥാനം കേരളം ആണ് എന്നുള്ള വാർത്തയും കൂടെ നിങ്ങൾ വായിച്ചു കാണും. തോമസ് പറഞ്ഞ പോലെ പഴയ സെമിനാരിയിൽ ഇത് പുതുമകൾ ആവിഷ്കരിക്കപ്പെടത്തക്കവണ്ണം അതൊരു ദൈവനിയോഗമായിട്ട് തന്നെ കാണുകയാണ്. ഇതിൻ്റെ ആരംഭത്തെ പറ്റിയുള്ള ചരിത്രമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം ഒന്നുകൂടെ അടിയോരമായിട്ട് പറയാനുള്ളത്, നമ്മൾ 1984 പരിശുദ്ധ വട്ടശ്ശേരി വേണ്ട നാമത്തിലാണ് ഇവിടെ ഒരു ആർക്കൈവ്സ്, രേഖകൾ സൂക്ഷിക്കുന്ന ഒരു സംവിധാനം. ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അന്ന് പലർക്കും അറിയാൻ പാടില്ലായിരുന്നു. ഏതായാലും അത് കുറേ ശേഖരിച്ച് വെച്ചു എന്നുള്ളത് മാത്രമാണ് അന്ന് ചെയ്തത്. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ പോലെ 1990 175 ജൂബിലി വന്ന സമയത്താണ് ഈ രേഖകൾ നഷ്ടപ്പെടാതിരിക്കത്തക്കവണ്ണം നമുക്കൊരു ഭാഗ്യ അവസരം ലഭിച്ചത്. അമേരിക്കയിലെ ഒരു സൊസൈറ്റി വോട്ടാന്ന് പറഞ്ഞ സൊസൈറ്റി അത് ജീനിയോളജി റെക്കോർഡ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. പല സഭാ നേതാക്കന്മാരെയും കണ്ടു, നമ്മുടെ ബാബ തിരുമേനിയും കണ്ടു. ആ സമയത്ത് തിരുമേനി ഇവിടെ ഇങ്ങോട്ട് അയച്ചപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ചില പള്ളികളിലൊക്കെ പോയി മാമോദിസ രജിസ്റ്ററൊക്കെ മൈക്രോഫിലിം ചെയ്യാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ കൂട്ടത്തിൽ കൊണ്ടുവന്നയാൾ ഒരു മൈക്രോഫിലിം യൂണിറ്റ്, ക്യാമറാമാനും യൂണിറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് കൊണ്ടുവന്നയാൾ നമ്മുടെ ഒരു മാവേലിക്കരക്കാരൻ, ഒരു മാത്തനങ്ങളായിരുന്നു, സി മാത്തൻ. അദ്ദേഹം ബോംബെയിലാണ് മിനി കമേഴ്ഷ്യൽ ഫോട്ടോസ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നടത്തുന്നതാണ്. അദ്ദേഹത്തോടെ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ രേഖകളുണ്ട്, അതൊന്ന് സഹായിക്കാവോ? പറഞ്ഞു, വെച്ചാൽ കുഴപ്പമില്ല ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം, ഞാൻ നീട്ടി പറയുന്നില്ല, ചുരുക്കി പറയാം, അദ്ദേഹം 3 മാസത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫറെയും ആ യൂണിറ്റും മുഴുവനും കൂടെ ഇവിടെ നമ്മളെ ഏൽപ്പിച്ച് ട്രെയിനിങ് കൊടുത്തു പോന്നു. അങ്ങനെ ട്രെയിനിങ് പ്രാപിച്ച ഒരാളാണ് നമ്മുടെ ജോയ്സ് തോട്ടക്കാട്. ജോയ്സ്, അതുപോലെ തന്നെ സാജൻ, ഞങ്ങളെ ഒരു ടീമായിട്ട് ഈ കേരളത്തിലെ ഉടനീളം 10-14 കേന്ദ്രങ്ങളിൽ നിങ്ങൾ ലിസ്റ്റ് നോക്കി കാണും. അവിടെയെല്ലാം പോയി കുറേ കളക്ട് ചെയ്ത് മൈക്രോഫിലിം കൊണ്ടുവന്ന് വെച്ചു. അത് പുതിയ തേങ്ങ കിട്ടിയ പോലെ ആയിരുന്നു, അത് ആർക്കും വായിക്കാൻ പറ്റുകയില്ല. മൈക്രോഫിലിം റീഡർ ഉണ്ടെങ്കിൽ അത് തെളിയുന്നില്ല, അതങ്ങനെ ഇരിക്കുക, സത്യത്തിൽ നിരാശയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് മനോരമയിൽ സാധ്യതയുണ്ട്, വർഗീസിനോടൊക്കെ പറഞ്ഞ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന മാത്തനങ്കലിനെ തന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, വെച്ചാൽ ചെയ്യാൻ വെച്ചാൽ നമുക്കത് നേരത്തെ ചെയ്ത് ഫ്രീ ആയിട്ടാണ്, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് അദ്ദേഹം ചെയ്തു, ഒരു പൈസ പോലും വാങ്ങിച്ചില്ല. സത്യത്തിൽ അദ്ദേഹത്തെ വിളിച്ച് ആദരിക്കേണ്ടതായിരുന്നു, സാവകാശം കിട്ടിയില്ല. അതിനുശേഷം ഈ പറയുന്ന 160-200ഓളം മൈക്രോഫിലിം റോൾസ് ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് ബോംബെക്ക് കൊടുത്തു വിട്ടു. അവിടെ അത് ചെയ്ത് തിരിച്ച് CD ഫോമിലായിട്ട് ഹാർഡ് ഡിസ്ക് എക്സ്റ്റേൺ ഹാർഡ് ഡിസ്കിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അത് വീണ്ടും പുതിയ തേങ്ങ തന്നെയായിരുന്നു. സത്യത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്യത്തക്കൊണ്ട് ഇപ്പോഴേ ആയുള്ളൂ, അച്ഛൻ പറഞ്ഞല്ലോ. അപ്പം നന്ദി പറയുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ടുള്ള ഈ പറയുന്ന മാറ്റങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കത്തക്കൊണ്ട് ഇടയാലും മാത്യു ജോൺസൺ വന്ന് കൈവച്ചുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് പറയുകയാണ്. മാത്യു ജോൺസന് കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രമല്ല, അഡ്വാൻസ്ഡ് ആയിട്ട് ലൈബ്രറി സയൻസിലും മാസ്റ്റേഴ്സും കൂടെ കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ആർക്കൈവ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അതിനും ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ട്, അത് പ്രധാനം. അപ്പോൾ അതനുസരിച്ച് അച്ഛൻ അത് വേണ്ട വിധത്തിൽ ലഭിക്കാവുന്ന നമുക്ക് ലഭ്യമാകാവുന്ന വിധത്തിൽ ഇടയാക്കി എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷം നിങ്ങൾ എല്ലാവരും പേരിൽ അച്ഛനാണ് നന്ദി അറിയിക്കുകയാണ്. അത് ഏറ്റെടുത്ത് നടത്തിയത്, അല്ലെങ്കിൽ അത് അവിടെ ഇന്ന് പോയത്. പിന്നെ അതിൻ്റെ കൂടെ ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് നിർത്താം. നമ്മുടെ ഈ ചമാച്ചൻ കുന്നംകുളംകാരനാണ്, ഞങ്ങൾ നാട്ടുകാരൊക്കെയാണ്. ചമാച്ചൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ ഇതിങ്ങനെ വെച്ചാൽ പറ്റുകയില്ല, നമുക്കത് ശരിയായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വളരെ കാര്യമായിട്ട്, അപ്പോൾ എനിക്കറിയാമല്ലോ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലായിരുന്നു. പുള്ളി ഈ അച്ഛനും ആയിട്ട് സംസാരിച്ച് എൻ്റെ അടുക്ക് വന്നു. ഞങ്ങൾ 3 പേരും കൂടി സംസാരിച്ചിട്ട് ജയക്കൊണ്ടിച്ച് അടുക്കിച്ചു വന്നു. അങ്ങനെയാണ് ഈ OSDL എന്നുള്ള വാക്ക് ഞങ്ങൾ 4 പേര് അന്ന് അറിഞ്ഞിട്ടുള്ളൂ. എന്തോ അത് പറയാൻ അറിയാൻ പാടില്ല.
പക്ഷേ ഏതായാലും അതിപ്പോൾ വളർന്ന് എന്തുവാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണിടയായി പ്രത്യേകമായ അഭിനന്ദനവും സന്തോഷവും അറിയിക്കുന്നു. ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും തീർച്ചയായിട്ടും സൂസൻ്റെ പേര് പറഞ്ഞു, സാജൻ അന്ന് മൈക്രോഫോൺ എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രവർത്തിച്ചു. ജോയ്സിനെ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം വെറും ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലല്ല, അദ്ദേഹത്തിന് സഭ ചരിത്രമായിട്ട് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട്. ഒന്ന് കണ്ടാൽ ഉടനെ അറിയും ഇതിൻ്റെതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭൂരിഭാഗം അദ്ദേഹത്തിന് അറിയിക്കുന്നതാണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഇതുപോലൊരു അവസരം ഉണ്ടായതിന് ഇത് സംഘടിപ്പിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ ഫലം നമ്മുടെ കേരള സഭയുടെ ചരിത്രത്തിൽ പുതിയ കണ്ടെത്തലുകൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വെച്ചു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു.